എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭഗവതി സേവ വളരെ വിശിഷ്ടമായ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിശിഷ്ടമായ കർമ്മമാണ്. ദേവി ആരാധന പല രീതിയിൽ ചെയ്യുന്നതിൽ ഏറ്റവും വിശിഷ്ടമായൊരു കർമ്മമാണ് ഭഗവതി സേവ എന്ന് പറയുന്നത്. കർക്കിടക മാസം നമുക്കറിയാം, പല വിധേനയുള്ള ക്ലേശങ്ങളെ കൊണ്ടും മഴകളെ കൊണ്ടും കാലാവസ്ഥകളെ കൊണ്ടും നമ്മുടെ സമൃദ്ധിപരമായ കാര്യങ്ങൾക്കെല്ലാം ഒരല്പം മങ്ങലേക്കുന്ന ഒരു സമയമായാണ് നമ്മുടെ ആചാര്യന്മാർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ ഈശ്വര ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും അവർ കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നു. ദേവീ സംബന്ധമായിട്ടുള്ള ആരാധനകൾ ധാരാളമായി പഴയകാലത്തെ നമ്മുടെ ആചാര്യന്മാർ ഈ സന്ദർഭത്തിൽ ചെയ്തിരുന്നു. ഇപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ദേവീ സംബന്ധമായ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും കർക്കിടക മാസം ഏറ്റവും വിശിഷ്ടമാണ്. ഉപാസകന്മാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ ഉപാസനാശക്തി ഒന്ന് ആർജിക്കുന്നതിന് വേണ്ടി, ഒന്ന് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയെന്നോ കൂട്ടുന്നതിന് വേണ്ടിയെന്നോ ഒക്കെ പറയാം, കർക്കിടക മാസം ഉപാസനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഈ കർക്കിടക മാസം മുഴുവൻ തന്നെ നമ്മുടെ ഉപാസനാശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാം. ഒരു ഗുരുവിനെ കണ്ടെത്തി ഗുരുവിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിക്കുകയും അങ്ങനെ ലഭിച്ച മന്ത്രം ഏത് മൂർത്തിയുടെ മന്ത്രമാണെങ്കിൽ തന്നെയും ആ മന്ത്രത്തെ കൃത്യമായി ജപിക്കുന്നതിനും കർക്കിടക മാസം ഏറ്റവും വിശിഷ്ടമാണ്. കർക്കിടക മാസത്തിൽ മുഴുവൻ ദിവസത്തെയും നമ്മൾ സമയം കണ്ടെത്തി ഒരു പ്രത്യേകമായിരിക്കുന്ന വലിയ സംഖ്യ ജപിച്ചു തീർക്കുക എന്നത് പഴയ കാലത്തെ ഒരാചാരമാണ്. 1,00,000 പ്രാവശ്യമോ 3,00,000 പ്രാവശ്യമോ ഒക്കെ മന്ത്രം ജപിച്ചു തീർക്കാൻ വേണ്ടി സാധകന്മാരായിട്ടുള്ള വ്യക്തികൾ, ഉപാസകരായിട്ടുള്ള വ്യക്തികൾ ഈ സമയത്ത് സന്ദർഭം കണ്ടെത്തിയിരുന്നു കർക്കിടക മാസത്തിൽ. അപ്പോൾ ദേവി ആരാധനയ്ക്കും വളരെ വിശിഷ്ടമായ സമയമാണ് കർക്കിടക മാസം. ദേവിക്ക് തന്നെ വ്യത്യസ്തമായ ധാരാളം സങ്കല്പങ്ങളുണ്ട്. ഇപ്രകാരമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ദർശനം നടത്താം. സാധിക്കുന്നത് പോലെ യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യാം. ദേവി ആരാധനയിൽ ഏറ്റവും പ്രശസ്തമായ പദമാണ് ഭഗവതി സേവ എന്ന് പറയുന്നത്. ഭഗവതി സേവ എന്ന് വെച്ചാൽ ദേവിയെ ആരാധിക്കുക എന്നേ അർത്ഥമുള്ളൂ. ദുർഗയായോ ഭദ്രകാളിയായോ നമുക്ക് ദേവിയെ ആരാധിക്കാം. ഭഗവതി സേവ സാധാരണഗതിയിൽ ചെയ്യുമ്പോൾ ഒരു പൂജാതി കർമ്മങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന യോഗ്യനായിരിക്കുന്ന ഒരു വ്യക്തിയെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹമാണ് കർമ്മം ചെയ്യുക. സാധാരണക്കാർക്ക് നേരിട്ട് ചെയ്യാവുന്ന ഒരു കർമ്മമല്ല. പൂജാവിധികൾ പഠിക്കണം. അതിൻ്റെ മന്ത്രവും മുദ്രയും ക്രിയയും എല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ ഭഗവതി സേവ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അപ്രകാരം അറിയാവുന്ന ഒരു കർമ്മിയെ വിളിച്ചു വരുത്തി അദ്ദേഹമാണ് കർമ്മം ചെയ്യേണ്ടത്. ഭഗവതി സേവ ചെയ്യണമെങ്കിൽ വീട് ആദ്യം ശുദ്ധമാക്കണം. വീട്ടിലെ എല്ലാ മുറികളും തൂത്ത് തുടച്ച് വൃത്തിയാക്കി അശുദ്ധിയായ വസ്തുക്കളെല്ലാം കളഞ്ഞ് വീട് ശുദ്ധിയാക്കുക. പുണ്യാഹജലം കൊണ്ട് വീടൊക്കെ ശുദ്ധമാക്കിയതിന് ശേഷമാണ് ഭഗവതി സേവ ചെയ്യുക. അഷ്ടദളം എന്നോ സ്വസ്തികം എന്നോ പറയുന്ന പ്രത്യേകമായ പത്മം വരച്ച് തയ്യാറാക്കി അതിൽ ആണ് ദേവിയെ ആവാഹിച്ച് പൂജിക്കുന്നത്. അപ്പം കലാപരമായി കുറച്ച് ഭംഗിയേറിയ പത്മമാണ് അഷ്ടദളം. ചുരുക്കത്തിൽ ചെയ്യുമ്പോൾ സ്വസ്തികം എന്ന് പറഞ്ഞ പത്മം വരയ്ക്കും. ഇങ്ങനെയുള്ളൊരു പത്മം വരച്ച് തയ്യാറാക്കി അതിലാണ് ദേവിയെ പൂജിക്കുക. ഒരു ദിവസം മാത്രമായിട്ടും ഭഗവതി സേവ ചെയ്യാം. അല്ലാതെ പഴയ ഒരു സമ്പ്രദായമൊക്കെ അനുസരിച്ച് പറഞ്ഞാൽ 21 ദിവസമായിട്ടോ 12 ദിവസമായിട്ടോ ഒക്കെ ഭഗവതി സേവ ചെയ്യാറുണ്ട്. അപ്പോൾ വീട്ടിലെ സൗകര്യം അനുസരിച്ച് നമ്മുടെ വീടിൻ്റെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഹാളിലോ എവിടെയാണോ സൗകര്യം അവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കിയിരിക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ പത്മം തയ്യാറാക്കി ആ പത്മത്തിൽ ആണ് നിലവിളക്ക് വെച്ച് ദേവിയെ പൂജിക്കുക. പ്രധാനമായി ഒരു നിലവിളക്ക് വെച്ചാണ് പൂജിക്കുക. അതിലെ കലാപരമായി ആ പൂജാരിയുടെ മനോധർമ്മം അനുസരിച്ച് പട്ടുകളെ കൊണ്ടും മാല ചാർത്തിയിട്ടും എല്ലാം അലങ്കരിച്ച് ഭംഗിയാക്കാറുണ്ട്. അതിലാണ് ആദിപരാശക്തിയെ നമ്മൾ ആവാഹിച്ച് പൂജിക്കുന്നത്. സന്ധ്യാസമയത്താണ് ഭഗവതി സേവ ചെയ്യുക, വൈകുന്നേരം. അപ്പം ആ ചെയ്യുന്ന കർമ്മി അദ്ദേഹത്തിൻ്റെ ഉപാസനാപരമായ ജപവും അനുഷ്ഠാനങ്ങളും കഴിഞ്ഞതിന് ശേഷം ദേവിക്ക് വേണ്ടിയുള്ള നിവേദ്യമൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഭഗവതി സേവ ചെയ്യുന്നു. ദുർഗയായോ ഭദ്രകാളിയായോ പാർവതിയായോ ഒക്കെ ഭഗവതി സേവ ചെയ്യാറുണ്ട്. പ്രത്യേകമായി എന്തെങ്കിലും ഒരു ജ്യോതിഷ വിധിപ്രകാരമൊക്കെയാണ് പരിഹാരം ചെയ്യുന്നതെങ്കിൽ അതിൽ പ്രത്യേക സങ്കല്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സങ്കല്പത്തിലാണ് ചെയ്യുക. ഇല്ലെങ്കിൽ സർവ്വസാധാരണമായി ദുർഗാസങ്കല്പത്തിലാണ് ഭഗവതി സേവ ചെയ്യുക. ദേവിയെ അവിടെ പ്രത്യേകമായി പീഠപൂജ നടത്തി ആ വിളക്കിലേക്ക് ദേവിയെ സങ്കല്പിച്ച് വിളക്കിൻ്റെ ദീപം കൊളുത്തിയതിന് ശേഷം ദേവിയെ ആവാഹിച്ച് മൂർത്തിപൂജ എന്ന് പറഞ്ഞ കർമ്മം നടത്തി യഥാശക്തി നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നു. ശർക്കര പായസവും പാൽപ്പായസവും വെള്ള നിവേദ്യവും യഥാശക്തി നിവേദ്യങ്ങളെല്ലാം ദേവിക്കായി സമർപ്പിക്കുന്നു. ശർക്കര പായസം നേരിക്കുന്നത് ഏറ്റവും വിശിഷ്ടമായ ഒരു സമ്പ്രദായമായി ആചരിച്ചു വരുന്നു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് സാധിക്കുന്നത് പോലെ യഥാവിധി മറ്റ് വസ്തുക്കളെയും ദേവിക്ക് നമുക്ക് സമർപ്പിക്കാം. ഭഗവതി സേവയിൽ യഥാശക്തി വ്യത്യസ്തമായിരിക്കുന്ന നിവേദ്യങ്ങളും സമർപ്പിക്കാം.
ഉണ്ണിയപ്പം, അട, എള്ളുണ്ട, അല്ലെങ്കിൽ അവില്, മലര്, ശർക്കര, പഴം ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ, അതുപോലെ താമ്പൂലം, വെറ്റിലയും അടയ്ക്കയും ഇങ്ങനെയുള്ള യഥാശക്തി നിവേദ്യങ്ങളൊക്കെ ഭഗവതി സേവയിൽ ദേവിക്ക് സമർപ്പിക്കാറുണ്ട്. വിശിഷ്ടമായ ധാരാളം മന്ത്രങ്ങളെ കൊണ്ടും അർച്ചന ചെയ്യാം. നിവേദ്യ സമർപ്പണം ചെയ്തതിന് ശേഷമാണ് അർച്ചനകൾ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് സ്വയംവര മന്ത്രം, അശ്വാരൂഢ മന്ത്രം, അതേപോലെ സൗന്ദര്യലഹരി, ദേവി മഹാത്മ്യം, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം, ലളിതാ ത്രിശതി, ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ധാരാളം മന്ത്രങ്ങളെ കൊണ്ടും ആ ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം, അർച്ചനകൾ നടത്താം. ഇതൊക്കെ പ്രധാനമായിട്ട് പൂജ ചെയ്യുന്ന വ്യക്തിയാണ് ഇതിനെല്ലാം നേതൃത്വം വഹിക്കുക. ഇതേ സന്ദർഭത്തിൽ തന്നെ ഭക്തജനങ്ങൾക്കും സമീപത്തിരുന്നു കൊണ്ട് ഈ നാമജപങ്ങളിലെല്ലാം പങ്കാളികളാവാം. ഇങ്ങനെ ഭഗവതി സേവ നമുക്ക് സാധിക്കേണ്ടതുപോലെ യഥാശക്തി ദിവസം കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് ഏറെ വിശിഷ്ടമാണ്. 3 ദിവസമായോ, 1 ദിവസമായോ, 5 ദിവസമായോ, 7 ദിവസം, 12 ദിവസം, 21 ദിവസം ഇങ്ങനെയെല്ലാം ഭഗവതി സേവ ചെയ്യാറുണ്ട്. ആദിപരാശക്തിയായിരിക്കുന്ന ദേവിയെ ദുർഗയായും ഭദ്രകാളിയായും പാർവതിയായും മഹാലക്ഷ്മിയായും സരസ്വതിയായും വ്യത്യസ്ത രീതിയിൽ പൂജിക്കാം. എന്നാൽ ശത്രുദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം തുടങ്ങിയുള്ള വിഷയങ്ങളെ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഭദ്രകാളിയായാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. പ്രധാനമായും ഭഗവതി സേവ ദുർഗാ പൂജയായോ ഭദ്രകാളി പൂജയായിട്ടോ ആണ് ചെയ്യുക. പഞ്ചദുർഗ എന്ന് പറയുന്ന ജാതവേരസേ സനവാമ സോമ അമരാതീയതോ എന്ന് പറയുന്ന തൃഷ്ടുപ്പ മന്ത്രത്തിൽ തുടങ്ങുന്ന 5 മന്ത്രങ്ങളുണ്ട്. വളരെ ശക്തിയേറിയ ശത്രുസംഹാര മന്ത്രമായാണ് ഈ മന്ത്രത്തെ പറയുക. അപ്പോൾ ഈ ഒരു മഹാമന്ത്രത്തെ ചേർത്തുകൊണ്ടാണ്, പഞ്ചദുർഗ എന്ന മന്ത്രം കൊണ്ടാണ് ഈ ഭഗവതി സേവയുടെ 5 തിരികൾ തെളിയിക്കുക. അപ്പോൾ ഈ പഞ്ചദുർഗാ മന്ത്രം കൊണ്ട് തിരി തെളിയിച്ചുകൊണ്ട് ദുർഗാ സങ്കല്പത്തിലുള്ള പൂജാവിധാനമുണ്ട്. അതുകൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള, നമുക്കറിയാം ഭദ്രകാളി എന്ന് പറയുന്നത് സർവ്വ ശത്രു സംഹാരണിയായിരിക്കുന്ന ഉഗ്ര രൂപിയായിട്ടാണ് പറയുക. അപ്പോൾ അങ്ങനെ ഭദ്രകാളിയായി ആചരിക്കുന്ന സമ്പ്രദായവും ഉണ്ട്. ഭഗവതി സേവ തന്നെ രാവിലെ തുടങ്ങി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങനെ 3 നേരമായി ത്രികാലമായി, ത്രികാലം എന്ന് വെച്ചാൽ 3 കാലം, 3 കാലത്തെ പൂജയായി ത്രികാല പൂജയായിട്ടും ചെയ്യാറുണ്ട്. പഴയ കാലത്തെ രീതിയൊക്കെ അനുസരിച്ച് പറഞ്ഞാൽ 12 ദിവസമായോ 7 ദിവസമായിട്ടോ ഒക്കെ ഭഗവതി സേവ ചെയ്യും. അതിൽ കാലം കൂടുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന ദിവസം, ആ സമാപിക്കുന്ന ദിവസം, ആ ദിവസത്തിൽ ത്രികാല പൂജയായിട്ട് ചെയ്യും. ചില സ്ഥലങ്ങളിൽ ആ ദിവസം ലക്ഷാർച്ചനയായിട്ട് തന്നെ ചെയ്യും. ലളിതാ സഹസ്രനാമം കൊണ്ടോ ഭദ്രകാളി സഹസ്രനാമം കൊണ്ടോ ദുർഗാ സഹസ്രനാമം കൊണ്ടോ രാവിലെ തുടങ്ങി കുറേ പൂജാരിമാർ ഒരുമിച്ചിരുന്നു കൊണ്ട് 1,00,000 നാമങ്ങളെ ദേവിക്ക് അർച്ചന ചെയ്യുന്ന രീതിയിലും വിപുലമായും മഹാഭഗവതി സേവയായിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ദേവിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യുന്നു. വൈകുന്നേരത്തോടു കൂടി ആ കർമ്മത്തെ പൂർത്തിയാക്കുന്നു. അങ്ങനെയും ചെയ്യാറുണ്ട്. അല്ലാതെ ഒരു വർഷക്കാലത്തേക്കൊക്കെ ഭഗവതി സേവ നിശ്ചയിക്കുന്ന സമ്പ്രദായമുണ്ട്. അതായത് എല്ലാ മാസവും മാസത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്ര ദിവസമോ എല്ലാം കണക്കാക്കി, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ കണക്കാക്കി ഭഗവതി സേവ ചെയ്യും. 12 എണ്ണമായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത വർഷം ഈ പറഞ്ഞ കർക്കിടക മാസം വരുമ്പോഴത്തേക്ക് അത് കാലം കൂടുക എന്നുള്ള രീതിക്ക്, പൂർത്തിയാക്കുക എന്നുള്ള രീതിക്ക് ഒരു ലക്ഷാർച്ചനയായിട്ടോ അല്ലെങ്കിൽ വിശേഷ നിവേദ്യങ്ങളോടുകൂടി അല്പം ആഡംബരമായ രീതിക്ക് ഭംഗിയായിട്ട് പൂജ ചെയ്തിട്ടോ അവസാനിപ്പിക്കുന്ന രീതി, അങ്ങനെയും ആകാം. അപ്പം പാർവതി ദേവിയായിട്ടോ ലക്ഷ്മി ദേവിയായോ സരസ്വതി ദേവിയൊക്കെ ആയിട്ടാണ് നമ്മളൊരു ആരാധനയ്ക്ക് തോന്നുന്നതെങ്കിൽ രാവിലെയാണ് ഈ മൂർത്തി സങ്കല്പത്തിലുള്ള ആരാധനയ്ക്കെല്ലാം വിശേഷം. ദുർഗയായോ ഭദ്രകാളിയായിട്ടാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ വൈകുന്നേരം മാത്രമായിട്ടോ ഒക്കെ ചെയ്യാം. യഥാശക്തി നിവേദ്യങ്ങളോടും യഥാശക്തി മന്ത്രജപത്തോടും കൂടിയാണ് ഇപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്ന് സാരം. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഏറ്റവും വിശിഷ്ടമാണ്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച എന്നുള്ളൊരു കണക്കിൽ 3 വെള്ളിയോ 3 ചൊവ്വാഴ്ചയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമ്പ്രദായവും ഉണ്ട്. അങ്ങനെയും ആകാം. ഒരു തവണ മാത്രം ചെയ്യുകയാണേലും ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ തിരഞ്ഞെടുക്കാം. പൗർണമി ദിവസവും ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ് ദേവി ആരാധനയ്ക്ക്. പൗർണമി ദിവസം വേണമെങ്കിലും ത്രികാല പൂജയോ ഭഗവതി സേവയായിട്ടോ നമുക്ക് ചെയ്യാം. ചുവന്ന പൂക്കളാണ് ദേവി ആരാധനയ്ക്ക് ഏറ്റവും വിശേഷം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ തെച്ചിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ചെന്താമരപ്പൂവ് ഇങ്ങനെയുള്ള പൂക്കളെ കൊണ്ടൊക്കെ ദേവിയെ നമുക്ക് ആരാധിക്കാം. അത് മാത്രമേ പാടുള്ളൂ എന്നൊന്നുമില്ല. നന്ദ്യാർവട്ടം പോലെയുള്ള പൂക്കളും തുളസിയും എല്ലാം ദേവി ആരാധനയ്ക്ക് വിശേഷം തന്നെയാണ്. അപ്പോൾ ചുവന്ന പൂക്കളെ കൊണ്ടുള്ള മാലയൊക്കെ കെട്ടി ദേവിയുടെ ഈ വിളക്കിൽ നമുക്ക് അണിയിക്കാം. യഥാശക്തി നിവേദ്യങ്ങൾ സമർപ്പിക്കാം. സാധിക്കുന്നതിന് അത്രയും നാമജപങ്ങളും അർച്ചനകളും അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാം. വനദുർഗാ മന്ത്രം ദൃഷ്ടിദോഷം, ശത്രുദോഷം, ശാപദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ മാറാൻ ഏറെ വിശിഷ്ടമാണ്. വനദുർഗാ മന്ത്രം കൊണ്ട്
ദേവിക്ക് അർച്ചന ചെയ്യുന്നത് ഇപ്രകാരമുള്ള ദോഷങ്ങൾ മാറ്റും എന്നാണ് സങ്കല്പം. അപ്പം ഒരു ഗുരുതി പോലെ തയ്യാറാക്കി, അതായത് മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും കൂടെ കലക്കി ഗുരുതി പോലെ ആക്കിയിട്ട് അതിൽ പൂക്കളെ മുക്കിക്കൊണ്ട് ഈ വനദുർഗാമന്ത്രം ജപിച്ചുകൊണ്ട് ദേവിക്ക് 108 പ്രാവശ്യമോ 336 പ്രാവശ്യമൊക്കെ അർച്ചന ചെയ്താൽ ദൃഷ്ടിദോഷ ശത്രുദോഷാദി ദുരിതങ്ങൾ മാറുമെന്നുള്ളത് വളരെ ശക്തമായ ഒരു അനുഭവമാണ്. അതുപോലെ വിദ്യാപുരോഗതിക്ക് വേണ്ടി ദേവിയെ മൂലമന്ത്രം കൊണ്ട് വെള്ളപ്പൂക്കളെ കൊണ്ട് ആരാധിക്കാം. ഭദ്രകാളി സങ്കല്പത്തിലാണ് ആരാധിക്കുന്നതെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഗുരുതി തന്നെ തർപ്പണമായും ദേവിക്ക് ചെയ്യാം. 2 കൈകളെ കൊണ്ടും മന്ത്രം ജപിച്ചുകൊണ്ട് പൂജ ചെയ്യുന്ന പൂജാരി ദേവിയുടെ മുമ്പിലേക്ക് ഈ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കലക്കിയ ജലത്തെ, ഗുരുതി ജലത്തെ ഒഴിക്കുന്നതിനാണ് തർപ്പണമെന്ന് പറയുക. അങ്ങനെയും ചെയ്യാം. ദേവിയുടെ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ധാരാളം മന്ത്രങ്ങളെ കൊണ്ട് അർച്ചനകൾ പ്രത്യേകമായിട്ട് ചെയ്യാം. വിവാഹ തടസ്സം മാറാൻ വേണ്ടി സ്വയംവര മന്ത്രം, ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ മന്ത്രമുണ്ട്. ആ മന്ത്രം കൊണ്ട് ദേവിക്ക് അർച്ചന നടത്തിയാൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങുമെന്നുള്ളതാണ് അതിൻ്റെ ഫലം. അശ്വാരൂഢ മന്ത്രം, ഓം ആം ഹ്രീം ക്രോം ഏഹി ഏഹി പരമേശ്വരി സ്വാഹ. അത് പാർവതി ദേവിയാണ്. അശ്വാരൂഢ പാർവതി എന്നാണ് പറയുക. അശ്വം എന്ന് പറഞ്ഞാൽ കുതിര. അപ്പോൾ കുതിരയുടെ പുറത്തിരിക്കുന്ന ആ ഒരു വശ്യ മനോഹരിയായിരിക്കുന്ന, വശ്യസുന്ദരിയായിരിക്കുന്ന പാർവതി ദേവി. അപ്പോൾ ആ പാർവതി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് അശ്വാരൂഢ മന്ത്രം കൊണ്ട് വേണമെങ്കിലും പുഷ്പാഞ്ജലി ചെയ്യാം. അത് കുടുംബ കലഹങ്ങളൊക്കെ മാറാൻ നല്ലതാണ്. മനസ്സിൻ്റെ അസ്വസ്ഥത മാറാൻ നല്ലതാണ്. ചില ആൾക്കാർക്ക് പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ എപ്പോഴും മനസ്സ് ടെൻഷനായിരിക്കും. അതൊക്കെ ഒന്ന് മാറി മനസ്സ് ഒന്ന് പിടിച്ചെടുത്ത് നിൽക്കാൻ വേണ്ടിയും കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയൊക്കെ അശ്വാരൂഢ മന്ത്രം കൊണ്ട് ചെയ്യാം. വിവാഹ തടസ്സം മാറാനും ദാമ്പത്യ കലഹം മാറാനും അശ്വാരൂഢ മന്ത്രം ഏറെ വിശിഷ്ടമാണ്. മൂലമന്ത്രം ദുർഗയാണെങ്കിൽ ഓം ഹ്രീം ദും ദുർഗായൈ നമ. ഈ മന്ത്രം കൊണ്ട് ഒരു 1008 പ്രാവശ്യമോ 336 പ്രാവശ്യമൊക്കെ അർച്ചന ചെയ്യാം. കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ചെയ്യുക. തടസ്സങ്ങൾ മാറി ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണം. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അപ്രകാരം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഫലം. ഭദ്രകാളിയാണെങ്കിലോ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ. വളരെ ശക്തിയുള്ള മഹാമന്ത്രമാണ്. ആ ഭദ്രകാളിയെ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് ഒരു 1008 പ്രാവശ്യമോ 336 പ്രാവശ്യമോ 108 പ്രാവശ്യമോ ഒക്കെ പുഷ്പാഞ്ജലി ചെയ്യുക. ഭഗവത് സേവയിൽ ദേവിക്ക് അർച്ചന ചെയ്യുക. ശത്രുദോഷങ്ങളെ അല്ലെങ്കിൽ ഈ ശാപദോഷങ്ങൾ, പ്രാക്കുദോഷം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മളോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അസൂയ കൊണ്ടോ ശത്രുത കൊണ്ടോ മറ്റുള്ളവർ നമ്മളെ രാഗി പറയുക, ശപിച്ച് പറയുക എന്നൊക്കെ പറയും. ഇതിൽ പലതും നമുക്ക് ഒരു വലിയ ദോഷമായി ബാധിക്കാറുണ്ട്. നമ്മളൊന്ന് പച്ച പിടിച്ച് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ വരുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ഓരോ പ്രാക്കുദോഷങ്ങളും ദുരിതങ്ങളും നമുക്ക് വരുന്നത്. അത് നമ്മളെ ഒന്ന് പിടിച്ച് പുറകോട്ട് വലിക്കാൻ അതൊരു കാരണമാവും. അപ്പോൾ അത്തരം ദോഷങ്ങളൊക്കെ മാറാൻ ഭദ്രകാളിയെ നമ്മൾ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക. അതുപോലെ ദൃഷ്ടിദോഷം, ദൃഷ്ടി എന്ന് പറഞ്ഞാലും ഈ അസൂയ കൊണ്ടോ ശത്രുത കൊണ്ടോ ഒക്കെ മറ്റുള്ളവർ കണ്ണ് വെക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും നമുക്കൊരു ദോഷമായിട്ട് ബാധിക്കും. അത് മാറാനും ഈ ഭദ്രകാളി സങ്കല്പത്തിൽ പൂജ കഴിച്ചുകൊണ്ട് അർച്ചന കഴിച്ചാൽ മതി. ശത്രുദോഷം പല വിധേനയുണ്ട്. നമുക്ക് ഒരാൾക്ക് ദോഷം വരണമെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുകയോ എന്തെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലാതെ ഒരു പല വിധേനയുള്ള മാന്ത്രിക കർമ്മങ്ങളും ഉണ്ട്. അപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യാം. അനുഗ്രഹിച്ചാൽ ഫലമുണ്ടെങ്കിൽ തിരിച്ച് നിഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ടെന്ന് തന്നെ വേണം കരുതാൻ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇതൊക്കെ വെറുതെ പറയുകയാണ്, ഇതൊക്കെ വെറും തോന്നലാന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടെങ്കിൽ വിപരീതമായി ചെയ്യുന്ന കർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്ന് തന്നെയുള്ളതാണ് സത്യം. അപ്പം അങ്ങനെ വരുന്ന ശത്രുദോഷാദി ദുരിതങ്ങൾ മാറാൻ വേണ്ടിയും ഭദ്രകാളി സങ്കല്പത്തിൽ പൂജ നടത്തി ഗുരുതി പുഷ്പാഞ്ജലി നടത്തുകയോ ഗുരുതി തർപ്പണം നടത്തുകയോ മൂലമന്ത്രാർച്ചന ചെയ്യുകയോ ആകാം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലഞ്ച കുലധർമ്മഞ്ച മാം ച പാലയ പാലയ. വളരെ വിശിഷ്ടമായൊരു മന്ത്രമാണ്. ദേവിയെ തന്നെ നമ്മളങ്ങ് ശരണാഗതി അടയുന്ന മന്ത്രമായിട്ടാണ് പറയുക അതിനെ. അതായത് ദേവി ഉള്ള എനിക്ക് വേറെ ആരുമില്ല, എന്നെ രക്ഷിക്കണേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ, എന്നെ കാത്തു രക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ ആ ദേവിയോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് പറയുക. ഈ മന്ത്രമൊക്കെ വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ഉണ്ടാവും. ലളിതാ സഹസ്രനാമത്തെ പറയുന്നത് എല്ലാത്തിനും പറ്റിയ മഹാമന്ത്രമായിട്ടാണ് പറയുക. ഇന്നതെന്നില്ല, എന്തും ആകാം. ധനമാകാം, അല്ലെങ്കിൽ കുടുംബ ഭദ്രതയാവാം, വിവാഹം നടത്താത്തവർക്ക് വിവാഹം നടക്കാൻ വേണ്ടിയാവാം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറി ഒരു ഐക്യം ഉണ്ടാവാൻ വേണ്ടിയാകാം.
മനസ്സിന് നല്ല ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കിട്ടാനാവാം. ഇനി ഇതൊന്നും എനിക്ക് വേണ്ട, മോക്ഷം മതി എന്നാണോ ചിന്തിക്കുന്നത്? അങ്ങനെയുള്ള ഒരു മഹത്തായ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകാൻ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയും ലളിതാ സഹസ്രനാമം ജപിക്കാം. ഈ മന്ത്രം കൊണ്ടൊക്കെ അർച്ചന കഴിക്കുന്നത് ഏറെ വിശിഷ്ടമാണ്. ഇങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായ കർമ്മമാണ് ഭഗവതി സേവ. ബാലാ വാഗ്ദേവി മന്ത്രം വളരെ വിശിഷ്ടമായ മന്ത്രമാണ്. ഭഗവതി സേവ തന്നെ നമ്മൾ ഒരു ത്രികാല പൂജയായി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരമായി ചെയ്യുന്ന സന്ദർഭത്തിങ്കൽ ബാലാ ഭഗവതി എന്നുള്ള ആ ദേവിയുടെ, ത്രിപുരസുന്ദരിയുടെ ആ ബാലാഭാവത്തിൽ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ബാലാമന്ത്രം കൊണ്ട് വെളുത്ത പുഷ്പങ്ങളെ കൊണ്ട് ദേവിക്ക് അർച്ചന നടത്തുകയോ അതുപോലെ തന്നെ നെയ്യിൽ ബാലാമന്ത്രം തൊട്ട് ജപിച്ചുകൊണ്ട് പൂജിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും എല്ലാം വളരെ വിശേഷമാണ്. ഇപ്പോൾ ഈ പൂജയുടെ ഭാഗമായി നെയ്യ് പൂജിച്ചുകൊണ്ടോ അർച്ചന നടത്തിക്കൊണ്ടോ അതിൻ്റെ പ്രസാദമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. നെയ്യ് ജപിച്ചത് അവരെ കൊണ്ട് കഴിപ്പിക്കാം. അതെല്ലാം അവരുടെ വിദ്യാസംബന്ധമായ പുരോഗതിക്ക് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഭഗവതി സേവ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മന്ത്രമാണ് ശൂലിനി മന്ത്രം. ശൂലിനി മന്ത്രം വളരെ ശക്തിയുള്ള മന്ത്രമാണ്. ദൃഷ്ടിദോഷ, ശത്രുദോഷാദി വിഷയങ്ങൾ മാറുവാൻ പ്രയോജനപ്പെടും. 1008 പ്രാവശ്യമോ 336 പ്രാവശ്യമോ ഒക്കെ ദേവിക്ക് അർച്ചന കഴിക്കുക. അതിൻ്റെ പ്രസാദം നമ്മൾ സൂക്ഷിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ദേവി പാദത്തിൽ കുങ്കുമം വെച്ച് പൂജിച്ച് അല്ലെങ്കിൽ ആ കുങ്കുമം കൊണ്ട് അർച്ചന നടത്തി ആ കുങ്കുമത്തെ സൂക്ഷിച്ച് വെച്ച് ഒരു 21 ദിവസമോ 41 ദിവസമൊക്കെ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ദൃഷ്ടിദോഷാദി ദുരിതങ്ങൾ മാറുമെന്നുള്ളത് ഏറ്റവും അത്ഭുതകരമായ ഒരു കർമ്മമാണ്. ഭൂമിദോഷം മാറാൻ വേണ്ടി ജാതവേരസേ എന്ന് പറയുന്ന തൃഷ്ടുപ്പ് മന്ത്രം വളരെ ശക്തിയുള്ളതാണ്. അപ്പോൾ തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ട് ദേവിക്ക് അർച്ചന നടത്തി ദേവിയെ പൂജിച്ചതിന് ശേഷം ആ പൂജിച്ചതിൻ്റെ പൂക്കളും പത്മത്തിലെ പൊടിയും കുങ്കുമവും അങ്ങനെയുള്ളതെല്ലാം വാരിയെടുത്ത് ഏത് ഭൂമിക്കാണോ ദോഷമായി തോന്നുന്നത് ആ ഭൂമിയിൽ നിക്ഷേപിച്ചാൽ ആ ഭൂമിക്ക് ബാധിച്ചിരിക്കുന്ന ശത്രുദോഷ ദൃഷ്ടിദോഷാദി വിഷയങ്ങളും മാറും എന്നുള്ളതാണ് അതിൻ്റെ ഫലം. കാരണം ചില ഭൂമികളൊക്കെ നമുക്ക് വിറ്റ് പോകണം എന്ന ആഗ്രഹം ഉണ്ടാകാം, എത്ര ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല. പക്ഷേ ആ ഭൂമിയെ സംബന്ധിച്ച് ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ വരാം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഭഗവതി സേവ നടത്തുകയും അതിൻ്റെ പ്രസാദം ആ മണ്ണിലിടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ആ ഒരു നെഗറ്റീവ് ഊർജ്ജം മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ അനായാസേന നടക്കാറുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ എന്തൊക്കെയോ കുറേ ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുറേ സമാധാനം കിട്ടും. അവിടെ വന്നു കയറി കഴിഞ്ഞാൽ തന്നെ എന്തോ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥാനം പലരും പറയാറുണ്ട്. അപ്പോൾ അത് ആ സ്ഥലത്ത് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് ഊർജ്ജം ഉള്ളത് കൊണ്ടാകാം. സാധാരണഗതിയിൽ ഒരു ജ്യോതിഷപ്രകാരം പ്രശ്നം വെച്ച് നോക്കി ആ സ്ഥലത്തുള്ള ദോഷങ്ങളെ കണ്ടെത്തി സുദർശനഹോമം പോലുള്ള പരിഹാരങ്ങളെ ചെയ്ത് ദോഷദുരിതങ്ങളെ ആവാഹിച്ച് മാറ്റി അവിടെ സ്ഥലരക്ഷ സ്ഥാപിക്കുകയൊക്കെയാണ് വേണ്ടത്. അതെല്ലാം വളരെ വിപുലമായ കർമ്മമാണ്, സാധാരണക്കാരന് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഭഗവതി സേവ നമുക്ക് ചെയ്യാം. വളരെ ലളിതമായ, ചിലവ് കുറഞ്ഞ ലളിതമായ കർമ്മമാണ്. അപ്പോൾ ഭഗവതി സേവ നമുക്ക് നടത്തി അവിടെ ഭദ്രകാളി സങ്കല്പത്തിൽ ദേവിയെ പൂജിച്ചാൽ അതിൻ്റെ കൂടെ തന്നെ യഥാശക്തി മന്ത്രങ്ങളെ കൊണ്ട് അർച്ചനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് അവിടുത്തെ സ്ഥലദോഷങ്ങൾ മാറും. ദുർഗാസങ്കല്പത്തിൽ പൂജ നടത്തിയിട്ട് ഈ തൃഷ്ടുപ്പ് മന്ത്രം ജാതവേരസേ സനവാമ എന്ന് പറയുന്ന ആ തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ട് അർച്ചന നടത്തി ആ പൂജ പൂർത്തിയാക്കിയതിന് ശേഷം ആ പത്മത്തിലെ പൊടിയും പൂജിച്ച പൂക്കളും എല്ലാം ആ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അതുകൊണ്ടും സ്ഥലദോഷങ്ങൾ, ഭൂമിദോഷങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നുള്ളത് വളരെ ശക്തമായ, വളരെയധികം അത്ഭുതകരമായ ഒരു അനുഭവമാണ്. ഇങ്ങനെ ഭഗവതി സേവ നമുക്ക് ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം ആദി പരാശക്തിയാണ്. ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിരിക്കുന്ന ദേവിക്ക് വ്യത്യസ്തമായ എല്ലാ മുഖങ്ങളും ഉണ്ട്. കലയുടെ ഭാവമായിരിക്കുന്ന ആ ദേവിയെ കലാവിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നൃത്തം, സംഗീതം, അഭിനയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അശ്വാരൂഢ പാർവതി എന്ന് പറഞ്ഞ വശ്യമനോഹരിയായിരിക്കുന്ന ആ ദേവീ സങ്കല്പത്തിൽ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അശ്വാരൂഢ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അവരുടെ കലാമികവിന് അത് പ്രയോജനപ്പെടും. അപ്പം ശത്രുദോഷാദി വിഷയങ്ങളെ കൊണ്ട് ദോഷം അനുഭവിക്കുന്നവർക്കോ ഭദ്രകാളിയായോ ദുർഗയായോ പൂജിച്ച് തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ടോ ഭദ്രകാളിക്ക് മൂലമന്ത്രം കൊണ്ടോ ഒക്കെ അർച്ചന കഴിച്ചു കഴിഞ്ഞാൽ ആ വക ദോഷങ്ങളെല്ലാം ഒന്ന് നീങ്ങിക്കിട്ടും. ത്രികാല പൂജയായിട്ട് രാവിലെ മുതൽക്കേ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പം ലക്ഷ്മി ഭഗവതിയായിട്ട് വേണേലും പൂജിക്കാം. ദുർഗയായോ ഭദ്രകാളിയായോ ഒക്കെ പൂജിക്കുന്ന സന്ദർഭത്തിൽ ശ്രീസൂക്ത മഹാമന്ത്രം, ശ്രീസൂക്തം എന്ന് പറഞ്ഞ മഹാമന്ത്രമുണ്ട്. വളരെ ശക്തിയുള്ള മന്ത്രമാണ്. സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വളരെ ഗുണകരമാണ്. ഈ മന്ത്രം കൊണ്ടൊക്കെ പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാൽ ധനം കയ്യിൽ വരുന്നതിനും
കയ്യിൽ വരുന്ന ധനം നിലനിൽക്കുന്നതിനും എല്ലാം ഒരേപോലെ പ്രയോജനപ്പെടും. ഇങ്ങനെയുള്ള ഈ ഒരു ഭഗവതി സേവ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ പൗർണമി ദിവസമോ നമുക്ക് ചെയ്യാം. പിന്നെ കർക്കിടകത്തിലെ മുഴുവൻ ദിവസങ്ങളിലും വേണമെങ്കിൽ നടത്താം. അതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നല്ല ദിവസം, സൗകര്യപ്രദമായ ദിവസം തിരഞ്ഞെടുത്ത് ചെയ്യാം. നമ്മുടെ വീട്ടിലെ കുട്ടികളുടെയോ ഗൃഹനാഥൻ്റെയോ ആരുടെയെങ്കിലും ഒരു നക്ഷത്രം നോക്കി ആ ദിവസം മാത്രമായി ചെയ്യാം. കർക്കിടകത്തിൽ മാത്രമല്ല, വീട്ടിലെ ആരുടെയെങ്കിലും ജന്മദിവസങ്ങൾ വരുമ്പം ആ ദിവസം എല്ലാം ചെയ്യാൻ ഭഗവതി സേവ ഏറെ വിശിഷ്ടമാണ്. ത്രികാല പൂജയായി 3 നേരമായിട്ടോ 1 നേരം മാത്രമായിട്ടോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. 12 ദിവസം, 21 ദിവസം, 7 ദിവസം ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളോടുകൂടി ഭഗവതി സേവ ചെയ്യാറുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് സമീപത്തുള്ള ക്ഷേത്രത്തിൽ വഴിപാടായിട്ടും ഭഗവതി സേവ ചെയ്യാവുന്നതാണ്. ഏറ്റവും ഉത്തമം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കർമ്മിയെ വിളിച്ച് ചെയ്യിപ്പിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത്, ഒരു ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ ആ ക്ഷേത്രത്തിലെ ശാന്തിക്കാരന് അവിടുത്തെ 100 കൂട്ടം ജോലികളുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹം ഈ ഭഗവതി സേവ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വിശദമായൊരു അർച്ചനയും പുഷ്പാഞ്ജലിയും ഒന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ല. ലളിതാസഹസ്രനാമം ചൊല്ലാനും വിസ്തരിച്ച് അർച്ചനകൾ ചെയ്യാനും ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല. അതേ സ്ഥാനത്ത് നമ്മൾ വീട്ടിലൊരാളെ വിളിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി മാത്രമായി വിസ്തരിച്ച് കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയം ലഭിക്കും. ആദിപരാശക്തിയായിരിക്കുന്ന ആ ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഭഗവതി സേവ നാം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം നന്ദി, നമസ്കാരം.